ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. BJPക്ക് വേണ്ടി കൂലിക്ക് പണിയെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ EDക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയും പണം നേടാനുള്ള ഒരു ഉപകരണമായി അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ വ്യാപകമായി കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഉയരുന്നൊരു വലിയ വിമർശനം എന്ന് പറയുന്നത്. നിങ്ങൾ BJPക്ക് വേണ്ടി കൂലിക്ക് ആളെ വിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ EDയെ. അങ്ങനെ ഏത് വിഷയത്തിലുള്ളത്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ED അന്വേഷണം നടക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത് കണ്ടലയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കരുവന്നൂരിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും തുടങ്ങി നിരവധിയായിട്ടുള്ള ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലെ കേരളത്തിൽ ED അന്വേഷണം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ED അന്വേഷണങ്ങളിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും കോടാനുകോടിയുടെ അഴിമതിയിൽപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, ഡൽഹി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീലിമ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുള്ളതെങ്കിൽ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. അത് അന്വേഷണ ഏജൻസി ഒരാൾക്കെതിരെ കേസെടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്കെതിരെ കേസെടുക്കുന്നു. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അഴിമതിയുടേതായിട്ടുള്ള രേഖകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചാൽ സ്വാഭാവികമായത് സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷണമാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണെങ്കിലും സംസ്ഥാന പോലീസാണെങ്കിലും ആരാണെങ്കിലും അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതിൽ യഥാർത്ഥത്തിലുള്ളൊരു അന്വേഷണത്തിൻ്റെ വസ്തുതയല്ലേ പുറത്തേക്ക് വരിക. ഇപ്പോൾ ഡൽഹിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മദ്യനയ കേസിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു റാക്കറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ പഞ്ചാബിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദ ബന്ധമുള്ള ആളുകളെ സഹായിക്കാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്നുള്ള ആരോപണം പുതുതായി പുറത്തു വന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഒരു വിഷയം പുറത്തു വരുന്ന സമയത്ത് അതിൻ്റെ വസ്തുതകൾ ജനമധ്യത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അതിൽ കൃത്യമായി രേഖകളും തെളിവുകളും ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ നടപടി ഉണ്ടാകും. അത് സ്വാഭാവികമല്ലേ. അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകാതെ ആ വിഷയത്തെ 11 തവണയിലധികമാണ് ED അന്വേഷണത്തിൻ്റെ ഭാഗമായി സമൻസ് കൊടുക്കാനുള്ള സാഹചര്യമുണ്ടായത്. അങ്ങനെ സമൻസ് കൊടുക്കാൻ ഏതാണ്ട് 4 മാസത്തോളമായി ED പുറകെ നടക്കാൻ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അറിയാൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ നിന്ന് ഫാക്ട് ഫൈൻഡിങ് നടത്താൻ. പക്ഷേ ഒന്നിനും അദ്ദേഹം വഴങ്ങിയില്ലല്ലോ. അവസാനം അദ്ദേഹം കോടതിയെ പോയി, ഹൈക്കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു. അതിലൊന്നും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾ മുമ്പിൽ നടപടിയുടെ ഭാഗമായി ഹാജരാവുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിലെന്താ തെറ്റുള്ളത്? ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ കേസുകളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ കസ്റ്റഡിയിൽ എത്ര കാലം ഒരു മുൻ മുഖ്യമന്ത്രി കിടക്കുന്ന സാഹചര്യമുണ്ടായി, ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും രാജ്യത്തെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ബെനഫിഷ്യറി ആയത് BJP ആണ് എന്ന് അന്ന് തന്നെ AAP വാദം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അവിടെ ഒരു ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളിൽ നിന്ന് ഇത്തരത്തിൽ 34 കോടിയും മൊഴിയും വാങ്ങിച്ചെടുക്കുന്നൊരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലേ? ശരത്ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന് ഒന്നും അറിയില്ല, ഇത്തരത്തിൽ കെജ്രിവാളിന് ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം ആദ്യ സമയത്ത് മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു, ഇത്തരത്തിൽ വിരട്ടുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട്. 34.5 കോടി രൂപ ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി നൽകുകയാണ്. ഒപ്പം ഇത്തരത്തിലൊരു മൊഴി കൂടി, കെജ്രിവാളിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു മൊഴി കൂടി 2ാം ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാങ്ങിച്ചെടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് വേണ്ടി പണമുണ്ടാക്കാനുള്ള ഒരു കൂലിപ്പട്ടാളമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യം, അതാണ് ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ചില ക്രിമിനൽ കേസുകളിൽ യഥാർത്ഥത്തിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അവർ മാപ്പുസാക്ഷി ആയിക്കൊണ്ട് അന്ന് നടന്നിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എല്ലാ ഗൂഢാലോചനകളും തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ
അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളും കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളും അവരെല്ലാവരും പ്രതി ചേർക്കപ്പെടുന്ന നിലിമ അത് സ്വാഭാവികമായി നമ്മുടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി ശരി, അങ്ങ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് അതാണ്. അതായത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്.